വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നില്ലേ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചിട്ടുള്ളതാണ്. കസ്തൂരി മഞ്ഞൾ എല്ലാവർക്കും അറിയാമല്ലോ, നല്ലൊരു ഔഷധമാണ് കസ്തൂരി മഞ്ഞൾ. ചർമ്മരോഗത്തിനൊക്കെ ഉത്തമമായ ഒരു ഔഷധമാണ്. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ വർഷം കുറച്ച് കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തിരുന്നു. അതിവിടെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം കസ്തൂരി മഞ്ഞൾ ഇവിടെ പറിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല പൊടിയൊക്കെ വെച്ചിട്ടുള്ള നല്ല മൂത്ത കസ്തൂരി മഞ്ഞളിൻ്റെ കിഴങ്ങാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കസ്തൂരി മഞ്ഞൾ നമുക്ക് പല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. പച്ചമഞ്ഞൾ അരച്ചിട്ടായാലും, പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിതെല്ലാം പറിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു 10 kg കസ്തൂരി മഞ്ഞൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ അത് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ഉണക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞ് വെച്ച കസ്തൂരി മഞ്ഞളാണത്. നല്ല മുഴുത്ത പൊടിയൊക്കെ ഉള്ള മഞ്ഞളായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട്. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഔഷധങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾപ്പൊടി. കസ്തൂരി മഞ്ഞളിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതിനാൽ ചർമ്മരോഗങ്ങൾക്ക് ഒരു ഉത്തമ ഔഷധമാണ് കസ്തൂരി മഞ്ഞൾ. മുഖത്തിനും ശരീരത്തിനും തിളക്കം കൂട്ടാൻ, നിറം വർദ്ധിപ്പിക്കാനും കസ്തൂരി മഞ്ഞൾ ഉത്തമം. മുഖക്കുരു, എക്സിമ, സോറിയാസിസ് എന്നിവ അകറ്റുന്നു. പനിനീർ, കഞ്ഞിവെള്ളം, തൈര് എന്നിവയിൽ ചാലിച്ച് മുഖത്ത് പുരട്ടാവുന്നതാണ്. പാലിലും തൈരിലും ചാലിച്ച് പുരട്ടുന്നതാണ് കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് തരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നല്ല ഓർഗാനിക്കായിട്ടുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ വിത്ത്, കസ്തൂരി മഞ്ഞൾപ്പൊടി, പച്ച കസ്തൂരി മഞ്ഞൾ എന്നിവ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.